ഹൈലൈറ്റ് ആയിട്ടുള്ളത് കൊഞ്ചാണ്. ഇതാണ് ഇവിടെ വന്നിരിക്കുന്നത് അല്ലേ? ഭയങ്കര ഒന്ന് കൊല വിളിച്ച സോ ഫ്രണ്ട്സ്, വീഡിയോയിലോട്ട് പോകുന്നതിനെ പറ്റി കിട്ടുന്ന ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തരാം. ആപ്ലിക്കേഷൻ ഒരു പ്ലെയർ സ്പോട്ട് എന്നാണ്. ഇത് ഇന്ത്യയിൽ തന്നെ ലീഡിംഗ് ആയിട്ടുള്ള ഫാന്റസി സ്പോർട്സ് പ്ലാറ്റ്ഫോം ആണ്. ഇത് ക്രിക്കറ്റ് ഉണ്ട്, ഫുട്ബോൾ ഉണ്ട്, കബഡി ഉണ്ട്, ബാസ്കറ്റ്ബോൾ ഉണ്ട്, അങ്ങനെ കുറെ ഗെയിംസ്. ഇത് 100% ലീഗലുമാണ്, അതുപോലെ തന്നെ സെക്യൂറും ആണ്. ഇതിന്റെ ബ്രാൻഡ് അംബാസിഡേഴ്സ് എന്ന് പറയുന്നത് സ്മൃതി മദാനി, ഭുവനേശ്വർ കുമാറൊക്കെയാണ് ഇതിന്റെ ബ്രാൻഡ് അംബാസിഡേഴ്സ്. ഇതിൽ നമുക്ക് ഡെയിലി ലക്ഷ്യങ്ങൾ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് ജെന്യുവൻ ആപ്ലിക്കേഷൻ ആണ്. ഇതിൽ 2 മില്യൺ പ്ലസ് പ്ലെയേഴ്സ് ആണ് 5 വർഷത്തിനുള്ളിൽ ഉണ്ടായിട്ടുള്ളത്. നമുക്ക് കയറുമ്പോൾ തന്നെ സൈൻ അപ്പ് ബോണസ് ആയിട്ട് 50 റുപ്പീസ് കിട്ടുന്നതാണ്. പോരാത്തതിന് നമുക്ക് ഫസ്റ്റ് ഡെപ്പോസിറ്റിൽ നമുക്ക് ക്യാഷ് ബാക്ക് ആയിട്ട് 1, 2, 3, 4, 5 അതായത് 12,345 രൂപ വരെ നമുക്ക് കിട്ടുന്നതാണ്. നമുക്ക് പല പല ഗെയിംസ് ആയിട്ട് നമുക്ക് ഇത് റെഡീം ചെയ്യാൻ പറ്റുന്നതാണ് ഈ പൈസ. സോ ഗൈസ്, കമ്പയർ ടു അതർ ആപ്സ് ഇവരുടെ കമ്മീഷൻ റേറ്റ് വളരെ കുറവാണ്. പോരാത്തതിന് ഇവരുടെ കോമ്പറ്റീഷൻ വളരെ കുറവാണ്. വിന്നിംഗ് ചാൻസ് നമുക്ക് വളരെ കൂടുതലാണ്. ഈ വിൻ ചെയ്തിരുന്ന പൈസ നമുക്ക് ഡയറക്ട്ലി വിഡ്രോവൽ ചെയ്യാൻ പറ്റുന്നതാണ്. അത് നമുക്ക് പേടിഎം വഴിയും ബാങ്ക് അക്കൗണ്ട് വഴിയൊക്കെ നമുക്ക് ഡയറക്റ്റ് വിഡ്രോ ചെയ്യാൻ പറ്റുന്നതാണ്. പേടിഎം വഴിയാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് KYCയുടെ ആവശ്യമില്ല. സോ ഗൈസ്, പോരാത്തതിന് ഈ ആപ്ലിക്കേഷൻ്റെ അകത്ത് ലുഡോ, ചെസ്, എനിമം അങ്ങനെ ഒരുപാട് ഗെയിംസ് ഉണ്ട്. ഇത് കളിച്ച് നമുക്ക് പൈസ നേടാൻ പറ്റുന്നത് 10 lakh വരെ നമുക്ക് ഡെയിലി ഏൺ ചെയ്യാൻ പറ്റുന്നതാണ് ഇത് കളിച്ചിട്ട്. സോ ഗൈസ്, ഇതിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തു. അപ്പൊ കയറി ഒന്ന് മിനിച്ച്. ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണ്. നമ്മുടെ പരിപാടി എന്ന് വെച്ചാൽ അപ്പുസ്റ്റൂപ്പില്ല, അവനുണ്ട് കണ്ണൂരിൽ നിന്ന്. കഴിഞ്ഞ നമ്മുടെ വീഡിയോയിൽ കണ്ടല്ലോ, അവനുണ്ട്. പിന്നെ മിജോ ഉണ്ട്, അബിയും സഞ്ജുവും വിറകും വന്നിട്ടുണ്ട്. അപ്പം അവരുടെ ആലപ്പുഴയിൽ അപ്പു വന്നില്ല. അപ്പം അവനെ കൊണ്ട് നമ്മുടെ ദോശക്കടയിൽ നിന്ന് പോകാമെന്ന് ഓർത്ത് അവന് ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുക്കാം. പിന്നെ കായലൊക്കെ ഒന്ന് ചുറ്റി കാണിക്കാം അവനെ എന്നൊരു ഉദ്ദേശത്തിലാണ് നമ്മൾ വീഡിയോ തുടങ്ങുന്നത്. അവന്മാരൊക്കെ അപ്പുറേ കാറിലുണ്ട്. അപ്പം നമുക്ക് വഴി അവന്മാരെയും കാണിച്ചു തരാം. നമുക്കും അങ്ങോട്ട് പോകാം. ഫ്രണ്ട്സ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും വന്നിട്ടുണ്ട്. ഞങ്ങൾ ഹൗസ് ബോട്ട് എടുത്ത് ഹൗസ് ബോട്ടിലാണ് ഇപ്പം നിൽക്കുന്നത്. ഞാൻ എല്ലാവരെയും കാണിച്ചു തരാം. പിന്നെ നമ്മുടെ അപ്പൂസ് കൊണ്ടാ, അപ്പൂസ് കൊണ്ട്, മിൽജോ ഉണ്ട്, സഞ്ജു ഉണ്ട്, വിറകുണ്ട്, അബിയുണ്ട്, ഇപ്പറത്തെ അപ്പുവിന്റെ ചേട്ടനുണ്ട്, അപ്പുവിന്റെ കൂട്ടുകാരും ഉണ്ട്, അനന്തും ഉണ്ട്. ഡ്രൈവർ കം ബിസിനസ് മാൻ ആണ് ഞങ്ങളെ. വെട്ടാണ്ട് കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക്. ജിത്തേഴ്സ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പൊ നമുക്ക് ഹൗസ് ബോട്ടിലാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത്. ഹൗസ് ബോട്ടിൽ നിന്ന് നേരെ എങ്ങോട്ടാണ് പോകുന്നത്? പറ. നമ്മളെ ഷാപ്പിലേക്ക് പോകാൻ പോവാണ്. അത് കഴിഞ്ഞാൽ ഫുഡ് അടിക്കാൻ ഫസ്റ്റ് ഫുഡ് അടി. അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകും നമ്മള്. അത് ഇവിടെ ഇവനെ കൊണ്ട് നമ്മുടെ കടയിൽ പോവാം. പിന്നെ നമുക്ക് നമ്മുടെ ദോശ, വെറൈറ്റി ദോശയൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കും. നിങ്ങളെ ഞാൻ എന്റെ കട ഷോപ്പ് കാണിച്ചിട്ടില്ല. നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. എന്റെ കട ഞാൻ ഇതുവരെ എന്റെ കട കാണിച്ചു കൊടുക്കും. അപ്പൊ കടയിൽ കാണിച്ചു തരാം. കാണിച്ചു കൊടുക്കും. ആ വർഷങ്ങൾക്ക് ശേഷം വേറെ നമ്മളോട് ഒരു മാസത്തിന് ശേഷം അവള് വന്നിരിക്കുന്നത്. നീ എന്താണ് ഇങ്ങോട്ട് തിരിച്ചു വരാൻ? എന്താണ് തിരിച്ചു വരാൻ? അത് ഒറ്റയ്ക്ക് റൈഡ് ചെയ്ത് തിരുവനന്തപുരം വരെ ഫസ്റ്റ് ട്രിപ്പാണ്. യോഗി അടുത്തൊരു ട്രിപ്പ്. യോഗി ഒറ്റയ്ക്ക് സൈക്കിൾ ഓടിച്ച് പോയിട്ട് അന്ന് ഞാൻ ഒറ്റയ്ക്ക് സ്കൂട്ടി ഓടിച്ചു പോകും. യോഗി, നീ എങ്ങോട്ടാ പോകുന്നത്? ഞാൻ നേരെ നോർത്ത് ഈസ്റ്റ്. ജീപ്പിൽ നെക്സ്റ്റ് ലെവൽ വീഡിയോസ് ആയിരിക്കും വരാൻ പോകുന്നത്. ഇപ്പോൾ ജാനുവരി അല്ലേ? ജാനുവരി സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പൊ അതിന് എല്ലാവരും വെയിറ്റ് ചെയ്യുക. യോഗിയുടെ ചാനലിൽ യോഗിയുടെ ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. എല്ലാവരും യോഗിനെ കടന്നു വരേണ്ടതാണ്. സോ നമുക്കിപ്പം ഷാപ്പിൽ പോയിട്ട് അതും കാണാം. പിന്നെ നമ്മുടെ ഷോപ്പ് കാണിച്ചു. ഷാപ്പിൽ പോയിട്ട് ഫുഡ്, ഓൺലി ഫുഡ്, നോ ആൽക്കഹോൾ. നമ്മൾ ആദ്യം വന്ന ഷാപ്പിൽ ഫുഡില്ല. കാരണം ഇവിടെ സമരമാണ്. സമരമായത് തന്നെ മിക്ക ഷാപ്പുകളും അവധിയാണ്. അപ്പൊ ഉള്ളത് ഞങ്ങൾ കുറച്ചെടുക്കുന്നുണ്ട്. നമ്മൾ അടുത്ത ഷാപ്പിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ? അതെ അതെ, അടുത്ത സ്പോട്ടില് നമുക്ക് എല്ലാ സാധനങ്ങളും ഉണ്ടെന്നാണ് പ്രതീക്ഷയിലാണ് നമ്മൾ പോകുന്നത്. ചേട്ടൻ നമ്മളോട് പറഞ്ഞു കള്ളില്ലെന്ന്. നമുക്ക് കള്ളു വേണ്ട, നമുക്ക് ഫുഡ് മതി. പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഇല്ലില്ല, നമുക്ക് ഫുഡ് മതി. ഫുഡുള്ള ഷാപ്പിലേക്ക് ഞങ്ങൾ ഇതാ പോവുകയാണ്. നമ്മള് ബോട്ടിൽ കയറി, എല്ലാരും ഉണ്ട്, അപ്പു ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ആദ്യം ബോട്ടിന്റെ ഒരു എന്താ പറയുക, ഒരു ഹോം ടൂർ, ഒരു ബോട്ട് ടൂർ ഞാൻ കാണിച്ചു തരാം. നമ്മുടെ വള്ളം ഓടിക്കുന്ന ഉള്ളിൽ ശ്രീജിത്ത് ബ്രോ, ഒരു 5 ബ്രോ ആണ് ബോട്ട് ഓടിക്കുന്നത്. എല്ലാവരും ബോട്ടോടിക്കണം. നമുക്ക് ആദ്യം ഒരു ഹൗസ് ബോട്ട് ട്രിപ്പ് കാണിച്ചു തരാം, ഒരു ബോട്ട് ടൂർ ഞാൻ കാണിച്ചു തരാം. ഇടനാഴി നമ്മുടെ. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട്, ഡബിൾ ബെഡ്റൂമാണ്. AC ഉണ്ട്, ഫാനുണ്ട്, ഇത്ര ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ബാത്റൂം ഉണ്ട്. ഒരു ബാത്റൂം അവൈലബിൾ ആണ്. എല്ലാ റൂമിലും അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ടായിരിക്കും. ഇതാണ് ഒരു ഹൗസ് ബോട്ടിനുള്ളിലുള്ള ബാത്റൂം. കുറച്ച് കൺജസ്റ്റഡ് ആണ്, പക്ഷെ ഈ സ്പേസിന്റെ ഇത് വെച്ചിട്ട് ഈ ഒരു ഇതേ പറ്റുള്ളൂ. ഇവിടെ റൂം ഞാൻ കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് കുറെ ജാക്കറ്റ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് എങ്ങനെ വെള്ളത്തിൽ വീണ് പോയി കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ വേണ്ടി കുറെ ജാക്കറ്റ്സ് ഉണ്ട്. വാഷിംഗ് ഏരിയ ഒക്കെ ഉണ്ട്. തൊട്ടപ്പുറം അടുത്ത റൂമാണ്. ഇവിടെ ഒരു
ബാക്കോട്ട് ഒരു ഹൗസ് ബോട്ടിന്റെ ബാക്ക്. ഇവിടെ ഉള്ളത് ഇതിന്റെ ബാക്ക് ജനറേറ്റർ ഉണ്ട്. ഇതിനാണ് ഉള്ളത്. സൗണ്ട് കാരണം അതിൽ കേൾക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. കാരണം എഞ്ചിന്റെ സൗണ്ടാണ്, ഈ റൂമാണ് എഞ്ചിന്റെ സൗണ്ടാണ്. ഇത് കഴിഞ്ഞാൽ ഇതുണ്ടോ കോഴിപ്പിടി അപ്പർ ഡെക്ക് ഉണ്ട്. നമുക്ക് അപ്പർ ഡെക്കിലോട്ട് പോകാം. പക്ഷെ ഇത് കയറി വരുമ്പോൾ ഇവിടെ ഒരു ബെഡ്റൂം ആണുള്ളത്. ഇതാണ് ബെഡ്റൂം. ഇതും സെയിം ആണ്. ഒരു ബാത്റൂം ഉണ്ട്. സെയിം ബെഡ്റൂം തന്നെയാണുള്ളത്. ഇതൊരു ഹാളാണ്. ഇവിടെയാണ് എല്ലാവരും അടിച്ചു കൊടുക്കുന്നത്. പാട്ടിട്ടുണ്ടായിരുന്നു കോപ്പറേറ്റ് നമ്മൾ ഓഫാക്കി ചെയ്യിക്കാൻ. ഇവിടെ ഒരു ടി വി ഉണ്ട്, ഒരു വാഷ് ബേസിൻ ഉണ്ട്. ഇതാണ് ഇതിൻ്റെ അകത്തുള്ളത്. യോഗി ബി വ്ലോഗ് ചെയ്തോണ്ടിരിക്കുന്ന യോഗി ബി എല്ലാരും അവിടെ ചന്നം പിന്നെ വ്ലോഗിംഗ് ആണ് ഇവിടെ നടക്കുന്നത്. ഇതാണ് നമ്മുടെ വ്യൂ. എല്ലാരും വ്ലോഗ് ചെയ്യുന്നുണ്ട്. ഇതാണ് വ്യൂ, നമ്മുടെ ഹൗസ് ബോട്ട് വ്യൂ. താഴെ 5 വ്ലോഗ് ചെയ്യുന്നുണ്ട്. കാണാൻ പറ്റുമോ അറിയില്ല, വ്ലോഗ് ചെയ്യുന്നുണ്ട് അവനവിടെ. സോ ഗൈസ്, നിങ്ങൾക്ക് ആലപ്പുഴയുടെ കുറച്ച് ഭംഗി ഞാൻ കാണിച്ചു തരാം. ഫുഡ് ഷോകമായിരുന്നു, അവിടെ ഒന്നും ഇല്ലായിരുന്നു. നമ്മൾ രണ്ടാമത്തെ ഷാപ്പിലോട്ട് വന്നിരിക്കുകയാണ്. നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് വിറക് മുന്നേ പോകുന്നുണ്ട്. സോ ഗൈസ്, നമ്മൾ നമ്മുടെ അടുത്ത ഷാപ്പിൽ എത്തിയിരിക്കുകയാണ്. രണ്ടാമത്തെ ഷാപ്പ് ഇതാണ്. ഷാപ്പാണ് ഇത്, റെസ്റ്റോറന്റ് കം ഷാപ്പാണെന്നാണ് പറഞ്ഞത്. ആദ്യത്തെ ഫുഡൊക്കെ ഷോകമായിരുന്നു. അവിടെ ഫുഡ് ഇല്ലായിരുന്നു. ആക്ച്വലി കുറച്ച് ഫുഡേ ഉള്ളായിരുന്നു. ഇവിടെ ഇനി എങ്ങനെയാണെന്ന് അറിയത്തില്ല. നമുക്ക് എന്തായാലും ഷാപ്പ് കാണിച്ചു തരാം. അമ്മൂസ് റെസ്റ്റോറന്റ് എന്നാണ് ഷാപ്പിന്റെ പേര്. അത് റെസ്റ്റോറന്റ് ആണെന്ന് തോന്നുന്നു, ഷാപ്പെല്ലാം തോന്നുന്നു. ബക്ക് ബിരിയാണി മീൽസ് എല്ലാം ഉണ്ട്. നമുക്ക് അകത്തോട്ട് പോകാം. ഓൾറെഡി ഇവിടെ വെട്ടം കുറവാണ്. ഒരു വ്ലോഗ് എടുത്തോണ്ടിരിക്കണേ. ആക്ച്വലി ഇതൊരു റെസ്റ്റോറന്റ് ആണ്. ഷാപ്പല്ല, കായൽ തീരത്തുള്ള റെസ്റ്റോറന്റ് ആണ്. ആരും ഉച്ച ഫുഡ് കഴിച്ചില്ലായിരുന്നു. കഴിക്കാൻ വന്നതാണ്. നമ്മൾ ഓർഡർ ചെയ്ത ഫുഡൊക്കെ രണ്ടാമത്തെ ഷാപ്പ് അടിപൊളിയായിരുന്നു കേട്ടോ. ഷാപ്പല്ല, ആക്ച്വലി ഇത് റെസ്റ്റോറന്റ് ആണ്. നമുക്ക് കപ്പയുണ്ട്, പൊറോട്ടയുണ്ട്. ഷാപ്പ് കം റെസ്റ്റോറന്റ് ആണ്. അമ്മേ ഫോണിൽ കൈകൊണ്ട് ഇപ്പൊ പടമായത്. മീൻകറി വന്നിട്ടുണ്ട്. ഇനി കുറച്ച് കൊഞ്ചും കാര്യങ്ങളും കൂടെ വരാനുണ്ട്. അതുകൂടെ വന്നിട്ട് നിങ്ങൾക്ക് ഇതിന്റെ ഒരു ബീറോള് കാണിച്ചു തരാം. കൂടുതൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ളത് കൊഞ്ചാണ്. ഇതാണ് ഇവിടെ വന്നിരിക്കുന്നത്. കൊഞ്ച് നമ്മുടെ കരിമീനുമാണ് കൂടുതൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ളത്. കരിമീനൊക്കെ തീർന്ന് കഴിച്ചു. ഇവിടെ 2 ഉണ്ട്. ഇനി ഇതിപ്പോ കഴിച്ചു കഴിഞ്ഞിട്ട് കാണിക്കാം. എല്ലാവരും മാരക ബോളിങ്ങിനാണ്. കഴിച്ചു കഴിഞ്ഞിട്ട് കാണിക്കാം. അതിന് മിൽജോ മാത്രമേ ഉള്ളൂ വ്ലോഗ് എടുക്കുന്ന. ബാക്കി എല്ലാവരും മാരക ബോളിംഗ് ആണ്. നമുക്ക് കഴിച്ചു കഴിഞ്ഞിട്ട് കാണിക്കാം. അടുത്തെന്ന് തോന്നുന്നു കരിമീൻ പൊള്ളിച്ചതും വന്നിട്ടുണ്ട്. സോ ഗൈസ്, ഇത് തുറന്ന് കാണിച്ചു തരാം. ഗൈസ്, ഒരു രക്ഷയില്ല ഗൈസ്, ഹെവിയാണ്. എന്റെ മോനെ, ഇതാണ് ഗൈസ് കരിമീൻ പൊള്ളിച്ചത്. രക്ഷയില്ല. നല്ല ചൂടുണ്ട് പാലലപ്പരപ്പില് പാലട പ്രഥമന്റെ പായസ പെരുമകൾ പൂകൾ കൊള്ളാണ്. നാടിന്റെ പായസ പെരുമകൾ പൂകൾ കൊള്ളാണ്. Flip that rhythm, we kick every time. Lyric and a beat, we kill every line. This time, I'm doing for the home city. Every dude is so cool, every girl is so pretty. Sunset at the beach, you know how we feel. മാരക ഫുഡ് ഡേ കഴിഞ്ഞ് നമ്മൾ നേരെ തിരിച്ച് ബോട്ടിലോട്ട് പോകണം. ബോട്ടിൽ പോയിട്ടുള്ള ഫുഡ് കഴിഞ്ഞിട്ടില്ല, കുറച്ച് പാഴ്സലുണ്ട്. ഫുഡ് ടേസ്റ്റ് ഒക്കെ ഉണ്ട്, പക്ഷെ വില ഒരു രക്ഷയിലായിരുന്നു അല്ലെ. ഒന്ന് കൊല വിളിച്ചാൽ നമ്മൾ പുറത്തുനിന്നുള്ള ആൾക്കാരാണ് വിചാരിച്ചാണ് നല്ല രീതിക്ക് റേറ്റ് വാങ്ങിച്ചവര്. സോ ഗൈസ്, വരുമ്പം ശ്രദ്ധിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ. നമുക്ക് വള്ളത്തിൽ പോയിട്ട് ബാക്കി കാഴ്ചകൾ കാണിച്ചു തരാം. ഓക്കെ, നമ്മുടെ അവിടുത്തെ പരിപാടി കഴിഞ്ഞ് ഫുഡ് കഴിച്ചാൽ സോ ഗൈസ്, അപ്പൊ നമ്മള് അപ്പൂന് നമ്മള് ദോശ കമ്പനി കൊണ്ടുവന്നിട്ടുണ്ട്. അവൻ പറഞ്ഞ പോലെ ജൈന്റ് ദോശ. അപ്പൊ ഹാപ്പി പറഞ്ഞ പോലെ ജൈന്റ് ദോശ നമ്മൾ നെറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ഫുഡ് എല്ലാവർക്കും നമ്മുടെ കടയിലെ വെറൈറ്റി ഐറ്റംസ് നമ്മൾ കൊടുക്കുന്നതായിരിക്കും. ഇപ്പൊ നമുക്ക് ദോശയും കാര്യങ്ങളൊക്കെ കാണിച്ചു ഇവന് ചോക്ലേറ്റ് ദോശ കൊടുക്കുന്നതായിരിക്കും അപ്പൂന്.
വേറെ എല്ലാവരും ഉണ്ട്. ഇവിടെ സഞ്ജു മാരൻ ബ്ലോഗിങ്ങിലാണ്. അപ്പം ബാക്കിയുള്ള ഐറ്റംസോടെ ഞാൻ നിങ്ങൾ കാണിച്ചു തരാം. കടയിൽ എന്തൊക്കെയാണ് എന്റെ ഷോപ്പ് ഞാൻ കാണിച്ചില്ല. ആക്ച്വലി ഇത് ലേറ്റ് ആയിപ്പോയി, ഇന്ന് രാത്രിയായി, അതുകൊണ്ടാണ് കട ഓൾറെഡി ക്ലോസ് ആയി. പിന്നെ ഇവരെ ഫ്രണ്ട്സ് വന്നുകൊണ്ട് ഓപ്പൺ ആക്കിയതാണ് നമ്മൾ ഈ ടൈമിൽ. ഇതാണ് നമ്മുടെ ഷോപ്പ്. പക്ഷെ ഞാൻ പിന്നെ ഒരു ദിവസം കറണ്ട് ടൂർ കാണിച്ചു തരാം. ഇന്ന് വെട്ടമില്ല ഇവിടെ. സോ നമ്മൾ അപ്പുവിന് ഫുഡ് കൊടുത്തു, സഞ്ജുവിന് ഫുഡ് കൊടുത്തു, എല്ലാവരും ഫുഡ് കഴിച്ച് കഴിഞ്ഞു. ഇവിടെ രണ്ടുപേരും പിന്നെ കഴിച്ചോണ്ടിരിക്കുകയാണ്, കഴിഞ്ഞിട്ടില്ല. പക്ഷെ അപ്പുവൊക്കെ നമ്മുടെ വിട്ട് പിരിഞ്ഞ് പോവുകയാണ്. ആലപ്പുഴയ്ക്ക് തിരിച്ചു പോകാൻ. അപ്പു തിരിച്ചു. അവിടെ ഫുഡൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങളെല്ലാരും നല്ല ഫുഡ് കഴിക്കണമെങ്കിൽ ദോശ കമ്പനിയിലേക്ക് വരാൻ കട മൊത്തം കാണിച്ചു തരാൻ പറ്റില്ല. പിന്നെ ഒരു ദിവസം ഞാൻ കറക്റ്റ് ആയിട്ട് കാണിച്ചു തരാം. എന്റെ വീട്ടിൽ ആദ്യം ഞാൻ കാണിക്കുന്നത് സ്പെഷ്യൽ ക്യാരക്ടർ. ഇവിടെ കലക്കി ദോശയും ഇത്രമായിരുന്നു നമ്മുടെ വീഡിയോ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടല്ലേ? സബ്സ്ക്രൈബ് അപ്പൊ അടുത്ത് ഒരു അടിപൊളി വീഡിയോയിൽ വീണ്ടും കാണാൻ പ്രതീക്ഷിക്കുന്നത്. ബൈ.